വീട്ടിലൊരു പണിയില്ല. സന്തോഷല്ലേ? പറഞ്ഞോ. എഴുതി നിങ്ങൾ പറഞ്ഞാ മതി. ആ വായിച്ചു. വായിച്ചു. ജംഷീദ് ജയിച്ച സന്തോഷം, മക്കളാണ് ഉള്ള സന്തോഷം, ശരീരത്തിൽ അസുഖം ഇല്ലാത്ത സന്തോഷം, വീട് ചെറുതായ സന്തോഷം, ആൺമക്കളില്ലാത്ത സന്തോഷം. മെൻസ്ട്രേഷനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താണ് മനസ്സിൽ വരുന്നത്? ആ സമയത്ത് ഭയങ്കര ഒരു സങ്കടം വരും. അതിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഭയങ്കര എന്തോ ഒരു സങ്കടം, എന്തിനാണെന്ന് അറിയൂല. പിന്നെ ഭയങ്കര വേദന, അങ്ങനെ സങ്കടം തന്നെ. അനുഭവം കുറെ കരഞ്ഞു, എനിക്ക് പേടിയായിട്ട്. പിന്നെ എനിക്ക് ടെൻഷന്, അതേപോലെ തന്നെ എൻ്റെ മോൾക്കും ഏഴിൻ്റെ മുന്നേ തന്നെ ആയിട്ടുണ്ട്. ഇതുവരെ തോന്നിട്ടില്ല. അയ്യോ എന്റെ അടുത്ത് വരല്ലേ, എന്റെ അടുത്ത് വരല്ലേ എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ പലരും പെണ്ണുങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആണുങ്ങൾ കൂടി അറിയണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ മെൻസസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് മുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആണുങ്ങൾ കൂടി അറിഞ്ഞാൽ എത്രത്തോളം നമ്മൾ അതിനുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നൊരു ഭർത്താക്കന്മാരെന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ആങ്ങളമാരെന്ന നിലക്കൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. എന്തായാലും ഇത്തരമൊരു പ്രോഗ്രാം നടത്തിയത് എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെതാണോ അല്ലെങ്കിൽ മെമ്പർ എന്ന സ്ഥാനത്ത് നിന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്? ഞാൻ നമ്മുടെ വാർഡിൽ കാരശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡ് കുമാരനെല്ലൂർ വളരെ വ്യത്യസ്തമായ പ്രവർത്തനം നടത്തണമെന്ന് തുടക്കം മുതലേ ഞാൻ ആഗ്രഹിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അംഗനവാടിയിൽ വളരെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പരിപാടികൾ നടത്തി. അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ വാർഡിലുള്ള 18 വയസ്സിന് ശേഷമുള്ള ഏകദേശം 30-35 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പരിപാടി നടത്തുന്നത്. അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് കാഡ്ബറി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവരും നമ്മളും ഒരുമിച്ച് കൊണ്ട് ഇവിടെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്, അതായത് മെൻസസ്സായി കഴിഞ്ഞാലുള്ള അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളും മെൻസ്ട്രൽ കപ്പ് വിതരണവുമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വാർഡിലെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ പരിപാടി പങ്കെടുത്ത് അവർക്കൊക്കെ വളരെയധികം സന്തോഷമായി. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് അറിയാനും ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ വാർഡിലുള്ള മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മളിവിടെ നടത്തിയത്. ഇതിന് ശേഷം തൊട്ടടുത്തൊരു പരിപാടി നമ്മൾ നടത്തുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയും കൂടി, ഒരു ന്യൂ ഇയർ പരിപാടിയും കൂടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത്. കാഡ്ബറി കമ്പനിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ പരിപാടി നമ്മളിവിടെ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ കാഡ്ബറി കമ്പനി ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളതാണ്. അതിലപ്പുറം മറ്റുള്ളവർ കൂടി ഇതൊരു അറിവാവട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ആണുങ്ങൾ ഇത് കാണാൻ പറ്റുന്നവർ കാണുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മോണ്ടലൈസ് ഇൻ്റർനാഷണൽ കാഡ്ബറിയുടെ ഒരു കൊക്കോ ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ നമ്മളെ, അതായത് 18 വയസ്സ് മുതൽ ഏകദേശം ഒരു 27-28-30 വയസ്സ് വരെയുള്ള യൂത്തിൽ വരുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മെൻസ്ട്രൽ കപ്പ് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ അവയർനെസ്, അവരൊരുപാട് പ്രശ്നങ്ങളുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സെഷനായിട്ടൊരു ക്ലാസ് അവർക്ക് ഉള്ള സംശയങ്ങൾ മാറ്റാൻ കൊടുത്ത്, അതേപോലെ തന്നെ നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെയ്യുന്ന പ്രോഗ്രാമുകൾ കുറേ ഉണ്ട്. ഇപ്പം വയോജകരുടെ ആണെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ലൈഫ് സ്കിൽ ട്രെയിനിങ്, അതേപോലെ തന്നെ യൂത്തിന് വേണ്ടി സൈബർ അവയർനെസ്, അതേപോലെ തന്നെ ഡ്രഗിൻ്റെ എല്ലാം കുറേ പ്രശ്നങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള അതിനെതിരെയുള്ള അവയർനെസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് സഹകരിച്ചിട്ട് ഇപ്പോൾ നല്ലൊരു പ്രോഗ്രാം ഇവിടെ എന്തായാലും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവരവരുടെ ഈ ഫീഡ്ബാക്കിൻ്റെ സമയത്ത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ സംശയങ്ങൾ ജീവിതത്തിൽ തീർക്കാനുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ഉള്ളിൽ ഇങ്ങനെ വെച്ച കുറേ സംശയങ്ങളുണ്ടായിരുന്നു. നല്ലൊരു അവസരമായിട്ട് അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലൊരാളെ ഞാൻ വിളിക്കാൻ പോവാണ്. ആ ആള് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അല്ലെ? ഇതിലൊരാള് അവരെന്താണോ എഴുതിയത് അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള 5 കാര്യങ്ങൾ. ഞാൻ ആരെയാണോ വിളിക്കുന്നത് അവരത് പറയണം. ഓക്കെ? ഷോപ്പിംഗ്, പിന്നെ യാത്ര പോവുക, വീട്ടിലൊരു പണിയില്ല. ഓക്കെ. പിന്നെ മക്കൾക്ക് എന്താ സന്തോഷം. ഓക്കെ. അപ്പോ ഇത് പേരെന്തായിരുന്നു? ജസ്ന. ഓക്കെ. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പൊ ആളുടെ മെയിൻ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഷോപ്പിംഗ്, വീട്ടിൽ പണിയെടുക്കാതെ ഇരിക്കാന്, അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മക്കളുടെ അല്ലേ? ഓക്കെ. അപ്പൊ ഓരോരാൾക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ സന്തോഷങ്ങൾ ഉണ്ടാവുക
അല്ലെ? എല്ലാരെയും അറിയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ സമയം പിടിക്കില്ലേ? ഓ പറഞ്ഞോ. അറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. സന്തോഷല്ലേ, പറഞ്ഞോ. എഴുതി നിങ്ങൾ പറഞ്ഞാ മതി. ആ വായിച്ചു. വായിച്ചു. ജംഷിദ് ജയിച്ച സന്തോഷം, മക്കളാലെ ഉള്ള സന്തോഷം, ശരീരത്തിൽ അസുഖം ഇല്ലാത്ത സന്തോഷം, വീട് ചെറുതായ സന്തോഷം, ആൺമക്കളില്ലാത്ത സന്തോഷം. നല്ല നല്ല സന്തോഷങ്ങളുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത് സെയിം ആളോടാണ്. മെൻസ്ട്രേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? ആ സമയത്ത് ഭയങ്കര സങ്കടം വരും. അതിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഭയങ്കര എന്തോ ഒരു സങ്കടം, എന്തിനാണെന്ന് അറിയൂല. പിന്നെ ഭയങ്കര വേദന, അങ്ങനെ സങ്കടം. പലർക്കും സങ്കടങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു ടൈം പീരീഡ് എത്തുമ്പോൾ തന്നെ അയ്യോ എത്താനായല്ലോ, എനിക്കടക്കം ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളത് സങ്കടപ്പെടേണ്ടതാണോ? അതൊന്നും ശരിക്കും നമ്മൾ സന്തോഷിക്കേണ്ട കാര്യം തന്നെയല്ലേ? പല സ്ഥലങ്ങളിലും എന്താ മെൻസ്ട്രേഷനൊക്കെ ആഘോഷമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ എൻഡോമെട്രിയം രക്തത്തിന്റെ കൂടെ ചേർന്ന് നമ്മുടെ യൂറിനിലൂടെ പുറത്തേക്ക് വരുന്നത്, യൂട്രസിലേക്കൂടെ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രേഷൻ തന്നെ നമ്മളെന്താ പണ്ടൊക്കെ ഒരു 7ാം ക്ലാസ് അല്ലെ 8ാം ക്ലാസ് ആ ഒരു ടൈം പീരീഡിലാണ് പലർക്കും മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്തില് 3ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? എന്താ തോന്നുന്നേ? എന്തുകൊണ്ടായിരിക്കും? ഫാസ്റ്റ് ഫുഡ് അതിന്റെ ഒരു ഭാഗം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ നമ്മളിപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പോ നമ്മളുടെ ഈ മെൻസ്ട്രേഷന്റെ ഫസ്റ്റ്, അതായത് നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്തെ മെനാർക്കി എന്ന് പറയും. മെനാർക്കി എന്ന് പറയുന്നത് ചിലർക്ക് മുന്നേ ഉണ്ടാകും. പൊതുവെ നമ്മള് 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ആ ഒരു ടൈം പീരീഡ് ആണ് മെൻസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത്. അതിന് മുന്നേ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രീ മെനാർക്കി എന്ന് പറയും. 15-ന് ശേഷമാണെങ്കിലും ചിലടത്ത് കേൾക്കാം മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് വരുന്നവര്. അതും നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊതുവെ നമ്മളിപ്പം ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ നമ്മൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും പലതും നോക്കിയിട്ട് നമ്മുടെ ബോഡീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലർക്കും എന്താ ഒരു 15 വയസ്സിന് ശേഷവും മെൻസ്ട്രേഷൻ വരുന്നൊരവസ്ഥയാണ്. അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമാണ് നമ്മളുടെ മെൻസ്ട്രേഷൻ. അപ്പോ ഇതില് ഒരു 7ാം ക്ലാസ്സിന് മുന്നൊക്കെ മെൻസ്ട്രേഷൻ വന്നവരൊക്കെ എത്രയാ? ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ. 7ാം ക്ലാസ്സിന് മുന്നൊന്നും ആർക്കില്ല? എല്ലാവർക്കും 7ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒരാൾക്കാണ് 7ാം ക്ലാസ്സിന് മുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആവാം അല്ലെങ്കിൽ വീട്ടിലാകാം. അപ്പോ എന്തായിരുന്നു അന്നേരത്തെ ഒരു എക്സ്പീരിയൻസ്, അനുഭവം? കുറെ കരഞ്ഞു, എനിക്ക് പേടിയായിട്ട്. പിന്നെ എനിക്ക് ടെൻഷന്, അതേപോലെ തന്നെ എൻ്റെ മോൾക്കും ഏതിൻ്റെ മുന്നേ തന്നെ ആയിട്ടുണ്ട്. ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. പലർക്കും സ്കൂളിലൊക്കെ എത്തിയിട്ടായിരിക്കും. ഇപ്പൊ എൻ്റെ കൂടെയൊക്കെ പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു 7ാം ക്ലാസ്സിന് മുന്നേ ഒക്കെ വരുമ്പോ എന്താന്ന് വെച്ചാല് പെട്ടെന്നായിരിക്കും ഇത് ഉണ്ടാവുക അല്ലെ? അപ്പൊ നമുക്ക് ചില സമയം അറിയണമെന്നില്ല. കാരണം നമ്മുടെ സ്കൂളിൽ നിന്നാണെങ്കിലും ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ക്ലാസ്സുകളൊന്നും കിട്ടാറില്ല. അപ്പൊ ഇത് എങ്ങനെയാ, ഇത് എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ പാഡ്, ആ സമയത്തൊക്കെ നമ്മൾ പാഡ് ആയിരിക്കും. ആദ്യ കാലത്തൊക്കെ തുണിയായിരിക്കും അല്ലെ? ഉമ്മയൊക്കെ തുണിയായിരിക്കും അല്ലെ ഉപയോഗിച്ചത്? ഓക്കെ, അപ്പൊ തുണിയൊക്കെ ഉപയോഗിച്ച് പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പാഡിലേക്ക് വന്നത്. ഇപ്പോഴും നമ്മളൊരു പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാഡ് തന്നെ സാനിറ്ററി നാപ്കിൻ തന്നെ പല പേരിലുണ്ട്. സ്റ്റേ ഫ്രീ എന്നും അങ്ങനെ പല പേരിലും ഇറങ്ങുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇത് നമുക്ക് നല്ലതാണോ?
ഇറിറ്റേഷൻ വരാറുണ്ടോ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ? ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? അല്ലേ? ആ, ചൊറിച്ചലുണ്ടാവും. പിന്നെ ആ ഒരു പാകം എന്ന് പറയുന്നത് സ്ക്രാച്ചസ് ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ? ഇപ്പോഴും എല്ലാവരും പാഡ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അല്ല, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടോ? എത്ര പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്? ഓക്കെ, 4 പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിപ്പോ എങ്ങനെ, എവിടെന്നെങ്കിലും സജഷൻ കിട്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ, അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ യൂസ് ചെയ്യല്? ഇവിടുന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം. ഓക്കെ, സെയിം തന്നെ. അപ്പൊ കഴിഞ്ഞ വർഷം ഇവിടുന്ന് കിട്ടിയതിന്റെ ഇതില് കുറെ പേര് ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ? ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴെന്താ തോന്നിയത്? അതില്ലാണ്ട് ഇനി കഴിയില്ല എന്നുള്ളൊരവസ്ഥ. അത് നമ്മളെ നഷ്ടപ്പെട്ടു പോയാല്, പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയാല് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വന്നു. മറ്റേ പാഡ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിട്ട് രണ്ടും ഇടയ്ക്ക് കിട്ടാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയ സമയത്ത് പല കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീണ്ടും പാഡ് ഉപയോഗിച്ചിരുന്നു, പക്ഷെ റെഡി ആയില്ല, നമുക്ക് കംഫർട്ട് ആയില്ല. വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തു, ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നല്ലേ, അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞൂടെ? ജസ്റ്റ് ഒരു 2 വേർഡ്സ്. എല്ലാവർക്കും അത് ബാക്കിയുള്ളവർക്കും കൂടി അതിന്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ? ഇപ്പൊ പാഡ് ഉപയോഗിക്കുമ്പോ എല്ലാവരും ഒപ്പീനിയൻസ് ഉണ്ടാകും അല്ലെ? പാഡല്ലോ യൂസ് ചെയ്യല്, എന്താ അത് എക്സ്പീരിയൻസ്? എന്താ? കംഫർട്ടാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അധികവും പാഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും തുണിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഇപ്പോഴും തുണി ഉപയോഗിക്കുന്നവരുണ്ടോ? ഉണ്ടല്ലേ? അതെന്താ പാഡിലേക്ക് ഇനി മാറാൻ തോന്നിയിട്ടില്ല? ഇതുവരെ തോന്നിയിട്ടില്ല. അയ്യോ, എൻ്റെ അടുത്ത് വരല്ലേ എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് മൈക്ക് കാണുമ്പോ പേടിയാ. ആണോ? ഓക്കെ. അപ്പോ നമ്മളുടെ മുന്നിൽ ഇപ്പം ഒരുപാട് ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഇപ്പൊ അതുപോലെ തന്നെ ടാപ്പൂൺസ് വരെ വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്നവരുണ്ട്, ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ മെൻസ്ട്രൽ കപ്പ് വരെ എത്തിയിട്ടുള്ളൂ ഇപ്പം. ഓക്കെ, മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമാണ് ആയത്. ഏകദേശം കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഫസ്റ്റ് സെയിം അവസ്ഥ, അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് കപ്പ് എന്ന് പറയുന്നത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്താ, ഉപയോഗിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട മെത്തേഡ് അറിയാത്തത് കൊണ്ട് ഒരിക്കൽ യൂസ് ചെയ്തപ്പോൾ തന്നെ അത് റോങ്ങിലി ഞാൻ യൂസ് ചെയ്തപ്പോൾ പിന്നീട് ചെറുതായിട്ട് എനിക്കൊരു വയറുവേദന തോന്നിയപ്പോൾ, എനിക്ക് വയറുവേദന ഇല്ലാത്തതാ പീരീഡ്സിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്ത് എനിക്കത് അങ്ങനെ തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചില്ല. പക്ഷേ പിന്നെ വർക്കിലേക്ക് വന്നപ്പോൾ, നമുക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലൊക്കെ ആകുമ്പോൾ എന്താ, നമുക്ക് പാഡൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷേ വർക്കിൻ്റെ അടുക്ക വന്നപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോഴെന്താ, ഇതെങ്ങനെയാ ഈ പാഡൊക്കെ ആകുമ്പോൾ കത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ചും കത്തിക്കാനൊക്കെ നോക്കും, പക്ഷെ ഇത് കത്തൂല്ല. അപ്പൊ എന്താ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും മാറണം തോന്നും. അങ്ങനെ മാറിയിട്ടാണ് കപ്പ് യൂസ് ചെയ്തത്. കപ്പ് യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ വീട്ടിലുള്ള സമയത്താണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം പോകുമ്പോൾ നമുക്ക് അത് എന്താ പറയാ, ഇത് ലീക്കാകോ, ബ്ലഡ് ഇതിൽ നിന്ന് പോവോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ഇത് ഉപയോഗിച്ച ദിവസം എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നല്ല കംഫർട്ടാ, സമാധാനമാണ്. കാരണം പാഡ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ബ്ലഡ് എനിക്ക് പോകും. അപ്പൊ നമുക്ക് എന്താ, ഒന്ന് 4 അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം 5 മണിക്കൂർ അത്രയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതും നമ്മളെന്താ, യൂറിന് പാസ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആകുമ്പോഴെന്നാ കുറച്ചും കൂടി അവിടെ വെള്ളം വരും, ബ്ലഡും ഇതൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് ഒരു ഇറിറ്റേഷൻ പോലെ വരും പാഡിന്റെ ഭാഗം. അപ്പൊ അതൊക്കെ വന്നതിന് ശേഷം കപ്പ് യൂസ് ചെയ്തപ്പോൾ നല്ല കംഫർട്ടായിരുന്നു. ഇന്നലെ വരെ ഞാൻ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പീരീഡ്സ് ആയിരുന്നു എനിക്ക് ആ സമയത്ത്. പൊതുവെ നമ്മുടെ പീരീഡ്സിന്റെ സമയം എന്ന് പറയുന്നത് എന്താ, 1 ദിവസം മുതൽ ഒരു 7 ദിവസം വരെ അല്ലേ? അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആർത്തവത്തിന്റെ സമയത്ത് നമ്മളെന്താ, പുറത്ത് പോവാൻ പാടില്ല. പണ്ടൊക്കെ, ഇപ്പോഴും ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, വീട്ടിൽ തന്നെ നിൽക്കണം,
പിന്നെ അതൊക്കെ ഓരോരാളുടെ ഇപ്പം അമ്പലത്തിൽ പോകണ്ട എന്നുള്ളതൊക്കെ ഓരോരാളുടെ വിശ്വാസം. അമ്പലമാണെങ്കിലും പള്ളിയിൽ നമുക്ക് പിന്നെ ആവില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇതിനെക്കുറിച്ച് ഇതുണ്ട്. അതൊക്കെ ഓരോരാളുടെ വിശ്വാസമാണ്. പിന്നെ ചിലതാണെങ്കിൽ നമ്മൾ ചില ചെടികളൊക്കെ തൊടുമ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ളത് ഇപ്പോഴും ഉണ്ടോ ഇവിടെയൊക്കെ? ഇപ്പോഴും കൂടുതൽ എന്തൊക്കെ ഇവിടെയൊക്കെ നിലനിൽക്കുന്നത് ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട? കറിവേപ്പില തൊടാൻ പറ്റൂല, അത് മാത്രമേ ഉള്ളൂ. എന്താ? ഒരു സാധനം തൊടാൻ പറ്റൂല. ഒരു സാധനം തൊടാൻ പറ്റില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ, ഈ ഒരു അങ്ങനെ തന്നെയാണ് അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട്? ഖുറാനൊന്നും തൊടാൻ പാടില്ല അല്ലെ? ഓക്കെ, ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിൽ വരുമ്പോഴെന്താന്ന് വെച്ചാല് നമ്മളെന്താ അമ്പലത്തിൽ പോകൂല, വിളക്ക് കത്തിക്കാൻ. പണ്ടൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് വിളക്ക് കത്തിക്കില്ല. അങ്ങനെ ഓരോ ഇത്. പക്ഷെ ചിലത് നമുക്ക് ആരെയൊന്നും പറയാൻ പറ്റില്ല, അതെല്ലാം ഓരോരാളുടെ വിശ്വാസങ്ങളായിരിക്കും. മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്ത വിശ്വാസങ്ങൾ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ഇനി മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്താ? മെൻസ്ട്രൽ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പൊ ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ജെൻഡർ ആയിരുന്നു സ്പെഷ്യലൈസ് ചെയ്തതിൽ. അപ്പൊ ആ ചേച്ചിയായിരുന്നു എനിക്കിത് അതായത് പറഞ്ഞത്, മെൻസ്ട്രൽ കപ്പ് നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പൊ ഉപയോഗിച്ച് നോക്കുമ്പോ കംഫർട്ട് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ പാഡ് തന്നെ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ടല്ലോ അല്ലെ? ഏതൊക്കെയാ 3 തരം അറിയോ? കുറെ ആൾക്കൊക്കെ ഇതിനെ പറ്റി അറിയില്ല, എന്ത് ഉപയോഗിച്ച. ചിലർ ഞങ്ങളത് ക്ലാസ് ഇതിങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാല് ചെന്നപ്പോ ഇത് കുടുങ്ങി പോകും, അങ്ങനെയൊക്കെ പ്രശ്നം വന്നാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള ഒരു. അപ്പൊ അതിനെ പറ്റി ഒന്ന് നല്ലോണം മനസ്സിലാക്കി. അപ്പോ ഇപ്പൊ നമ്മളെന്താ യൂസ് ചെയ്യുമ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും, കുടുങ്ങിപ്പോവുക. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ കുടുങ്ങിപ്പോവോ, അത് എടുക്കാൻ പറ്റില്ലയോ, അങ്ങനെ ഒരുപാട് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ സ്മോൾ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്മോൾ ഉപയോഗിക്കാം. 18 ടു നമ്മളുടെ ആ ഒരു യൂത്തിന്റെ ഏജിലുള്ളവർക്ക് മീഡിയം ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ കേൾക്കാം സ്മോൾ ഉപയോഗിച്ചാൽ മതി യൂത്ത് ആണെങ്കിലും, പക്ഷെങ്കിൽ നമുക്ക് മീഡിയം ഉപയോഗിക്കാൻ പറ്റും. എന്നെ കാണുന്നില്ലേ, ഞാൻ മീഡിയം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലാർജ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞവര് കുറച്ചും കൂടി ബോഡിയിൽ വജൈനേൻ്റെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മീഡിയം ആണോ ലാർജ് ആണോ വേണ്ടതെന്ന്. പ്രഗ്നൻസി കഴിഞ്ഞവരാണെങ്കിലും മീഡിയം യൂസ് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ തന്നെ നോക്കുക. നമ്മുടെ ബോഡിക്ക് ഓക്കെ ആണെങ്കിൽ മീഡിയം ആണെങ്കിൽ നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് മീഡിയം പറ്റും. അത് ഇൻസേർട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ലാർജ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു 18 ടു ആ ഒരു സമയം പ്രഗ്നൻസിക്ക് മുന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ മീഡിയം ഓക്കെയാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ് അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കപ്പ് തൊട്ട് നോക്കാം. ഇത് തന്നെ. ഓക്കെ, അതെ കാണും. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കണ്ടാൽ തോന്നും പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, പക്ഷെ പ്ലാസ്റ്റിക് അല്ല ഇത്. ഇതെന്താ മെറ്റീരിയൽ എന്ന് വെച്ചാൽ സിലിക്കണാ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ടത് 3 തരത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത്. കുറെ മെത്തേഡ് ഉണ്ട്, പക്ഷെ എല്ലാ മെത്തേഡും പറഞ്ഞാൽ നമുക്ക് എല്ലാം സംശയമാവൂലേ? ഇപ്പം അശ്വതി എന്നുള്ള പേര് തന്നെ അശ്വതിന്റെ കുറെ ഇനീഷ്യലി പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡൗട്ട് ആവൂലേ? അതുപോലെ തന്നെ 3 തരത്തിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് സീ ഫോൾഡ്. ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ ചെയ്യുന്നതിന് സീ ഫോൾഡ് എന്ന് പറയും. പേരിങ്ങനെ പറയുന്നതേ ഉള്ളൂ, നമുക്ക് ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. ഇത് സീ ഫോൾഡ്. ഇത് പിഞ്ച് ഡൗണ്. ഓക്കെ, നമ്മൾ നല്ലോണം ഉള്ളിലേക്ക് അമർത്തിയിട്ടുള്ളതിനെ നമ്മൾ പിഞ്ച് ഡൗൺ എന്ന് പറയും. പിന്നെ വരുന്നതാണ് 7 ഫോൾഡ്. ഓക്കെ, ഇത് 7 ഫോൾഡ്. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് പിഞ്ച് ഡൗണാണ്. അതായത് താഴോട്ടേക്ക് വെക്കുമ്പോൾ നമുക്കിതിൻ്റെ മോനെ കൂർത്ത് ഇങ്ങനെ വരും. കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാവൂ. അതാണ് കുറച്ചും കൂടി കംഫർട്ട് വെക്കാൻ. സീ ഫോൾഡ് ആകുമ്പോൾ കുറച്ചും കൂടി എന്താ
നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പിഞ്ച് ഡൗൺ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എല്ലാവർക്കും ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം സീ ഫോൾഡ് ആക്കിയിട്ട് നമ്മളിപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളെ പീരീഡ്സിൻ്റെ സ്റ്റാർട്ടിങ് ഡേ ഉണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് പലർക്കും എന്താ വയറുവേദന ഉണ്ടാകും, ചിലർക്ക് എന്താ തലവേദന ഉണ്ടാകും, എണീക്കാനാവില്ല, ഛർദി ഉണ്ടാകും, വേറെ എന്താ ഉണ്ടാവല്? പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചെറിയ കാര്യമായിരിക്കും പറഞ്ഞേ, പക്ഷെ നമുക്ക് ഭയങ്കര ദേഷ്യം വന്ന് എന്തിനാ ദേഷ്യപ്പെട്ട് നമുക്ക് തന്നെ അറിയായിരിക്കില്ല. ഏകദേശം പീരീഡ്സ് ഒക്കെ ആയി കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആവുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന മാറ്റം. കാരണം ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് തന്നെ എന്നാ ഒരു പെൺകുട്ടിയെ പ്രഗ്നൻസിൻ്റെ അതിലേക്ക് കൊണ്ടുവരുന്നതാണ് മെൻസ്ട്രേഷൻ. അത് നമ്മുടെ ബോഡീനെ ഒന്ന് ആ രീതിയിൽ ഓക്കെ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ അന്നേരം വരുന്നുണ്ട് അല്ലേ. ഒന്ന് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ഭാഗമാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെന്നാ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് ബോഡീൻ്റെ പല പാർട്ടിലും. അപ്പോൾ പലരും അത് റിമൂവ് ചെയ്യാറുണ്ട്. റിമൂവ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓരോരാളുടെ ഇഷ്ടങ്ങളാണ്. കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് നിൽക്കും നമ്മുടെ ബോഡി. ഓക്കെ, ഇപ്പം മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമ്മളുടെ വജൈന എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ് ഉണ്ടാവുക. ആർക്കെങ്കിലും ഒരു ഡെമോന് യൂസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഡെമോന് വിളിക്കാം അല്ലേ. ഓക്കെ, ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ മെൻസ്ട്രൽ കപ്പാണേ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്യുകയെന്ന് വെച്ചാൽ ചൂടാക്കണം. ഇത് ചൂട് വെള്ളത്തിലിടുക, എന്നിട്ടൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പീരീഡ്സ് തുടങ്ങുന്ന ദിവസവും അതുപോലെ തന്നെ പീരീഡ്സ് കഴിയുന്ന ദിവസവും, അങ്ങനെ 2 പ്രാവശ്യം എന്ത് ചെയ്യണം? ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെന്താ ചൂടുവെള്ളത്തിൽ ഇടണമെന്നില്ല, സാധാ വെള്ളം ഉണ്ടാവില്ലേ ബാത്റൂമിലൊക്കെ നമ്മൾ കഴുകുമ്പോൾ സാധാ വെള്ളത്തിലാക്കിയാൽ മതി. പിന്നെ ഈ ചൂടാക്കാൻ നമുക്ക് എന്താ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ ഓൺലൈൻ സർവീസ് ഇല്ലേ, അതിലൊക്കെ ഇത് സ്റ്റെറിലൈസ് ചെയ്യുക, അതായത് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും. അത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഴുതി ട്രാവലിന് പോകുന്നത്, അങ്ങനെ ആവുമ്പോൾ നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിൽ ഇപ്പം പീരീഡ്സ് ആവുന്ന ഏകദേശം സൂചനകൾ നമുക്ക് തരും. അപ്പം തന്നെ ആ ഒരു ഡബ്ബ പോലെ ഉണ്ടാവും. അത് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓൺലൈനിലും ഉണ്ടാകും, കടകളിലും ഉണ്ടാകും. ഒരു 400 മുതൽ അങ്ങോട്ടേക്കെല്ലാം റേറ്റുകൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സാധാ ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസിലോ അതിലൊക്കെ ചൂടുവെള്ളം ആക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ട് വേണം ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ, അതായത് ചൂടാക്കാൻ. വേറൊരു തരത്തിലുള്ള ഒരു പാത്രം എന്ന് പറയുന്നത് നമുക്ക് കറണ്ടിൽ കുത്തിയിട്ട് സ്വിച്ച് ഇട്ടിട്ട് അത് ഓട്ടോമാറ്റിക്കലി ചൂടാവുന്നതും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ചൂടാവുന്ന കുറച്ചും കൂടി ബെറ്ററാണ്. നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ട്രാവലിങ് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടായാൽ, ഇപ്പോൾ ക്യാമ്പ് പല കുട്ടികൾക്ക് കോളേജിൽ ക്യാമ്പ് ഉണ്ടാകും, അതിനൊക്കെ ഇത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഓൺലൈനിൽ നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഇവിടെ മെഡിക്കൽ ഷോപ്പ് അങ്ങനെ പല ഷോപ്പുകളും ഉണ്ടാവും, അവിടെയൊക്കെ നോക്കിയിട്ട് അതൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പം നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് ഉണ്ട്. നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ കയ്യിലിപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ മീഡിയാണ്. ഇതിൽ ഒരു 30 ml നമ്മളുടെ ബ്ലഡ് കൊള്ളും. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കഴിയുമ്പോൾ ഇത് മാറ്റിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ വജൈന പാർട്ട് ഒന്ന് പിടിച്ചാൽ. ഓക്കെ, ഇത് നമ്മളുടെ വജൈനയാണ്. ഈ വജൈന എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പലരും ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് കാരണം പിന്നെ കപ്പ് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പിഞ്ച് ഡൗൺ ഈ മെത്തേഡ് ഞാൻ യൂസ് ചെയ്തേ. ഞാൻ ബാത്റൂമിലെത്തി. ഓക്കെ, ഞാൻ ബാത്റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ബാത്റൂമിലെത്തിയിട്ട് നമുക്ക് ഇത് 3 തരത്തിൽ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യാൻ ഒന്ന് നമുക്ക് സാധാരണ നമ്മൾ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കില്ലേ, ആ ഒരു തരത്തിൽ ഇരുന്നിട്ട് ചെയ്യാം. പിന്നെ ഒന്ന് ഇപ്പം യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിൽ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. ഞാൻ പൊതുവെ ചെയ്യൽ ബാത്റൂമിൽ ഈ ഒരു തരത്തിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ പിഞ്ച് ഡൗൺ ആക്കി കൈ നല്ല വേദന ഉണ്ടാവും അല്ലേ. ഓക്കെ, നമ്മൾ ഉപയോഗിച്ച് ഇത് പിഞ്ച് ഡൗൺ ആക്കി മെത്തേഡാക്കി നമ്മുടെ വജൈന ഭാഗമാണ്, നമ്മൾ ബാത്റൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ അത്ര ഹോൾസ് ഓപ്പൺ ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആവില്ല.
അപ്പോൾ നമ്മൾ കുറേ സമയം എടുക്കാം. ഒന്ന്, ടെൻഷൻ അടിക്കരുത് ഇത് ചെയ്യുമ്പം. നമ്മൾ ടെൻഷൻ അടിക്കുമ്പം വജൈനയാണെങ്കിൽ എന്താ എപ്പോഴും ചുരുങ്ങിയിട്ടേ നിൽക്കുക, അതൊരിക്കലും ഓപ്പൺ ആയിട്ട് വരില്ല. കാരണം ഇത് മസിൽ കൊണ്ട് നിർമ്മിച്ചതല്ലേ നമ്മുടെ ബോഡിയൊക്കെ, വജൈന പാർട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് ഇരിക്കുക. എപ്പോഴാണോ വീട്ടിലുള്ളത് അപ്പോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട്. റിലാക്സ് ആയിട്ട് ഇരുന്ന് നമ്മളിത് മെല്ലെ നോക്കുക. സംഭവം ഫസ്റ്റൊന്നും പോവില്ല. നമ്മൾ മെല്ലെ മെല്ലെ കുറേ സമയം എടുക്കുക. ആദ്യത്തെ സമയം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, ആദ്യത്തെ ഒരു 2-3 പ്രാവശ്യം. പിന്നെ അത് ഓക്കെ ആയിക്കോളും. പിന്നെ മെല്ലെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ കൈ ഇങ്ങനെ ഇതാക്കി ഇത് മൊത്തം മുകളിലേക്ക് വരും. ഇങ്ങനെ മുകളിലേക്ക് വരും. ചിലപ്പോൾ ഇത് മടങ്ങിയിട്ടായിട്ട് ഉണ്ടാവുക, ഉള്ളിൽ മടങ്ങിയിട്ടായിരിക്കാം ഉണ്ടാവുക. ഇങ്ങനെ മടങ്ങി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തേ കൂടി പുറത്തേക്ക് വരും. അതാണ് പലരും പറയുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോഴും ബ്ലഡ് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതോ ഒരു ഭാഗം കുറച്ചൊന്നും മടങ്ങിയിട്ടാണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മെല്ലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ടക്ക് എന്നൊരു ഒച്ച കേൾക്കും. ചിലർക്ക് ആ ഒച്ച കേൾക്കാം, ചിലർക്ക് ഒച്ച കേൾക്കില്ല. എനിക്ക് പലപ്പോഴും വെക്കുമ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. അപ്പോൾ നമ്മളുടെ ബോഡീൻ്റെ ഉൾഭാഗത്തേക്ക് ഇത് കയറിയ അപ്പോൾ ഇതിലേക്ക് ബ്ലഡ് ഇങ്ങനെ വരും. ബ്ലഡ് ഡയറക്റ്റ് ഇതിലേക്ക് വരും. നമ്മൾ ഈ ഭാഗം ടച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും എന്താ ഏത് ഭാഗത്തും മടങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ബ്ലഡ് വരുന്നു. ബ്ലഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ഒരു 6 മണിക്കൂർ അല്ലെ 7 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഞാൻ വെക്കുന്നത്. അതിനുശേഷം ഞാൻ മാറ്റലുണ്ട്. ഒരു ഫസ്റ്റിലത്തെ 2 ദിവസമായിരിക്കും പൊതുവെ എല്ലാവർക്കും നല്ലോണം ബ്ലീഡിങ് ഉണ്ടാകുക. കുറേ കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡിങ് കുറയുന്നുണ്ട്. അപ്പോൾ ഇത് കയറി പിന്നെ നമുക്ക് എന്താ ബാത്റൂമിൽ ഈ സമയത്ത് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും, അതിന് പ്രോബ്ലം ഇല്ല. പലർക്കും ഡൗട്ട് ഉണ്ടാകും കപ്പ് വെച്ചിട്ട് പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയേ. ഇനി നമുക്കിത് എടുക്കണം. കാരണം ഒരു 5-6 മണിക്കൂർ ആയില്ലേ, എല്ലാം നമ്മുടെ ബോഡിയിൽ അധിക നേരം ഉണ്ടാകുന്നത് നല്ലതല്ലല്ലോ. ഓക്കെ, നമ്മളത് മെല്ലെ എടുക്കണമെങ്കിൽ ഇവിടെ നമ്മളൊരു ഇത് കാണാം. ഇത് പിടിച്ച് വലിക്കാൻ പാടില്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഇത് പിടിച്ച് വലിക്കും. ഇത് പിടിച്ച് വലിക്കാൻ പാടില്ല. ഇത് മെല്ലെ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കുക. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് മെല്ലെ 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 പുറത്തേക്ക് എടുക്കുക. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ ബ്ലഡ് പുറത്തേക്കെല്ലാം വരാം, പിന്നെ നമുക്ക് ഓക്കെ ആയിക്കോളും. 2 പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം മെല്ലെ എടുക്കുക. അപ്പോൾ ബ്ലഡ് ഇതിൽ നിറഞ്ഞിട്ടുണ്ടാകും. ഈ ബ്ലഡ് അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് കളയുക, ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് വെള്ളം കിട്ടാത്തൊരു ഏരിയ എന്ന് വെക്കുക. അതായത് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വെള്ളം കിട്ടാത്തതാണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ജസ്റ്റ് ഇത് കളഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇത് ക്ലീൻ ചെയ്തിട്ടാലും മതി. പക്ഷെ വെള്ളം കിട്ടുന്നതാണ്, വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം നമ്മൾ ഓരോ ഹോൾസ് കാണുന്നില്ലേ, ഇത്ര വരെ മാത്രമാണ് നമ്മളുടെ ബ്ലഡ് കയറുന്നത്. ഇതിന് ശേഷം ബ്ലഡ് കയറുമ്പം അപ്പോഴും ലീക്കാകും. കാരണം ഇതെന്ന് പറയുന്ന ഒരു ഫോഴ്സിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത്ര വരെ കയറിയതിന് ശേഷം പിന്നെന്താ ബ്ലഡ് താഴേക്ക് വരും. അങ്ങനെയും പലരും പറയുന്നുണ്ട് ബ്ലഡ് വരുന്നുണ്ട്, ഈ കപ്പ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കപ്പ് യൂസ് ഇരുന്നോ? ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കപ്പ് കിട്ടി, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്ലാസ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് അറിയണ്ടേ? ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിലൊരു കപ്പ് ഉണ്ട് അല്ലേ? അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ റാൻഡംലി ഒരാളോട് ചോദിക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ സമാധാനത്തിൽ ഇരുന്ന് കണ്ട് ബാത്റൂമിൽ കയറി അത് നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് പിഞ്ചിട്ടാണ്. ഇങ്ങനെ മടക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ മടക്കിയിട്ട് ഇവിടെ ഒരു മൂർത്ത മൊന പോലെ വരും. ഇങ്ങനെ എന്നിട്ട് അതൊരു 6 മണിക്കൂറൊക്കെ ശേഷം ഓക്കെ
ഓക്കെ, അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തിയറിറ്റിക്കലി നമുക്ക് അറിഞ്ഞിരിക്കും അല്ലേ. ഇനി പ്രാക്ടിക്കലി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് വരിക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ എൻ്റെ നമ്പർ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ മതി, ഞാനത് പറഞ്ഞു തന്നോളാം. ചിലപ്പോൾ നമുക്ക് ഡൗട്ടുകളൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് അല്ലേ, ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഉപയോഗിക്കുന്ന സമയത്ത്, കാരണം കപ്പ് കിട്ടിയത് കൊണ്ടും കാര്യമില്ലല്ലോ അല്ലേ, ഉപയോഗിച്ചിട്ടില്ലേ പിന്നെ ഇത് എന്തിനാ നമുക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് മീഡിയ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. പ്രഗ്നൻസി കഴിഞ്ഞവരാണെങ്കിലും മീഡിയ ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ കോടഞ്ചേരി കോളേജിൽ കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നു, അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഒരു 30 above 40 ആയിട്ടുള്ള ടീച്ചേഴ്സ്, അവർ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. മാഡം വന്നിരുന്നു, അന്ന് ഞങ്ങളോട് പറഞ്ഞാല് 18 മുതൽ ഒരു പ്രസവം വരെ സ്മോള്, ഒരു പ്രസവം മുതൽ 3 പ്രസവം വരെ മീഡിയം, 3 പ്രസവത്തിന് മേലുള്ളവർക്ക് ലാർജ്, ഇങ്ങനെയാണ് ഇതിന്റെ യൂസിങ് എന്നാണ്. അതിന്റെ പാറ്റേൺ അതാണ്. പക്ഷെങ്കിൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ട്. ലാർജ് എന്ന് പറയുന്നത് നമ്മളെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കും, പലതും നമ്മളുടെ ബോഡീൻ്റെയാണ്. ഇപ്പം എൻ്റെതാണെങ്കിൽ പൊതുവേ എല്ലാവരും പറയുന്നത് എനിക്ക് സ്മോൾ മതി എന്നുള്ളതാണ് എൻ്റെയും ഉണ്ടായത്. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നോക്കുക, ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സൈസ് നമുക്ക് പറ്റുന്നതാ. ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു സൈസ് യൂസ് ചെയ്യുക. ഇത് പൊതുവേ കുഴപ്പം കാണുന്നില്ല, കാരണം എനിക്കാണെങ്കിൽ ഈ ഒരു തരത്തിൽ യൂസ് ചെയ്യുമ്പം കംഫേർട്ടാണിത്. ഇപ്പം പലതിലും നമ്മൾക്ക് കാണാൻ പറ്റും സ്മോൾ യൂസ് ചെയ്താൽ മതി, സ്മോൾ യൂസ് ചെയ്താൽ. കോളേജിലാണെങ്കിലും കുട്ടികൾ ചോദിക്കും സ്മോൾ അല്ലേ ഉപയോഗിക്കേണ്ടത്, കാരണം മീഡിയം നമുക്ക് വേണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ മീഡിയം നമുക്ക് ഓക്കെ ആണ്, പറ്റുന്നില്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് നോക്കിയാൽ മതി. പീരീഡ്സിന്റെ സമയം നമുക്ക് തന്നെ ഒരു ബോഡിയിൽ സിംറ്റംസ് കാണിക്കും. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ബോഡിയിൽ നിന്ന് നന്നായിട്ട് മൂഡ് സ്വിങ് ഒക്കെ നന്നായിട്ട് വരും, ദേഷ്യം വരും. പിന്നെ ഏകദേശം ഒരു ടൈം നമുക്കറിയാലോ, നമ്മുടെ മനസ്സിൽ നിന്ന് ഇന്ന് പീരീഡ്സ് ആകും എന്നുള്ളൊരു ഇത് നമുക്ക് വരും. അപ്പോഴാണല്ലോ നമ്മൾ പാഡും വെക്കുന്നത് അല്ലേ. വെച്ച് പഠിക്കുന്നത് ആ ഒരു സമയത്ത് വെച്ചാൽ മതി, കാരണം ആ സമയത്താണ് നമ്മുടെ വജൈനയിൽ കുറച്ചും കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നല്ല ഓക്കെ ആയിട്ട് തോന്നുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഇതധികം ഓപ്പൺ ആയിട്ട് വരില്ല. ആദ്യത്തെ നമ്മളുടെ ഒന്നാമത്തെ 2 ദിവസം, ആ 2 ദിവസമാണ് വജൈനയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവുക. പിന്നെ ഫസ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഈസി ആകും. അതൊരിക്കൽ മാത്രം, എല്ലായ്പ്പോഴും ചെയ്യാനല്ല. കാരണം ആദ്യം യൂസ് ചെയ്യാൻ നമ്മളതിൽ കയറണം എന്നില്ല. കല്യാണം കഴിയാത്ത കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ ഇത് ഉള്ളിലേക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കളയണമല്ലോ, പാഡ് പോലെ തന്നെ ഇതും കളയണമെങ്കിൽ ഇത് ഫുൾ കഷ്ണമാക്കിയിട്ട് നമ്മളത് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും കപ്പിൻ്റെ വരുന്നത്. കപ്പിൻ്റെ വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വേറെ എന്തെങ്കിലും? ഇത് പൊതുവെ നമുക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ ഉപയോഗിക്കാം. ഓക്കെ, അത്രയും ഉപയോഗിക്കാൻ പറ്റും. 7 വർഷം വരെ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ 3 to 5 ഒക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ അടുത്തത് നമ്മൾ വേറെ പുതിയത് വാങ്ങാം, അതാണ് നല്ലത്. എത്രയോ നമ്മളുടെ കോസ്റ്റ് കുറവാണ്. ഇപ്പോൾ പാഡൊക്കെ ആണെങ്കിൽ നമുക്ക് 45 രൂപയാണ് ഒരു പാഡിനൊക്കെ വരുന്നത്, ഒരു പാക്കറ്റ്. ഇത് മൊത്തത്തിലൊരു 350 രൂപക്ക് നമുക്ക് ഒരു 2, 3, 4 വർഷം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ബോഡിക്കാണെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പലരും നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ പലരും ഇപ്പോൾ കോളേജിൽ നമ്മൾ കൊടുക്കുമ്പോഴാണെങ്കിലും കുട്ടികൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഹൈമൺ ബ്രേക്ക് ആകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ സ്പോർട്സിന് പോകുന്ന കുട്ടികളാണെങ്കിലും ഡാൻസിനുള്ളതാണെങ്കിലും പിന്നെ സൈക്കിളൊക്കെ ഓടിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അതിന് മുന്നേ ഹൈമണൊക്കെ ബ്രേക്ക് ആകും പലപ്പോഴും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ പലപ്പോഴും പലരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ യൂസ് ചെയ്ത് നോക്കുക, ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് എത്രത്തോളം നമുക്ക് ഓക്കെ ആണെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ നമുക്കുള്ള കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലും കൂടി അവെയർ ആവണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് അമ്മമാരുണ്ടാകും.
ഇപ്പം മെൻസ്ട്രേഷനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് കുറവാണ്. നമുക്കിപ്പോൾ ആ ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് അങ്ങോട്ട് വിട്ടിട്ട് നെക്സ്റ്റ് പേജ് എടുക്കും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇതിന് കുട്ടികൾക്ക് ഫസ്റ്റ് അവയർനെസ് വേണം. എന്താ മെൻസ്ട്രേഷൻ, പിന്നെ ഇതിനെന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ഫുഡുകൾ കഴിക്കേണ്ടത്. പലർക്കും പല പ്രോബ്ലംസ് ഉണ്ടാവും. പലർക്കും ഫുഡ് കുറച്ച് കഴിക്കുന്നത് കൂടും. പല കുട്ടികളും എന്താ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഈ PCODയും PCOSും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മെൻസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യങ്ങൾ നമുക്കിന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തന്നതാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. അതോ ഇപ്പോൾ ഡൗട്ട് ഇല്ലെങ്കിൽ നമ്പർ ചോദിച്ചാൽ മതി, അവർ തന്നോളും. ഓക്കെ, ഇതിൻ്റെയാണോ? ഇതിൻ്റെ പൊതുവേ സൈഡ് എഫക്റ്റ് അധികം അങ്ങനെ ഇല്ല. നമ്മളുടെ പാഡൊക്കെ പോലെയല്ല വരുന്നത്. പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ തുണി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുറേ ഏജ്ഡ് ആവാത്ത ആൾക്കാർക്കെതിരെ യൂട്രസ് താഴ്ന്ന അസുഖങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം? ഓൾറെഡി അതിൻ്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട. ഇത് കാരണം യൂട്രസ് താണു പോകുന്നില്ല. ഓൾറെഡി അതിൻ്റെ ഇഷ്യൂ ഉള്ളവർ അത് കപ്പും കൂടി യൂസ് ചെയ്യുമ്പം അങ്ങനെ അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നില്ല. അല്ലാണ്ട് കപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ വരുന്നില്ല. അത് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ആ ഒരു ഇഷ്യൂ ഉള്ളവരുണ്ടാകും. അപ്പോൾ ഇതാകെ ഇത്രയോ ഭാഗമേ ഉള്ളൂ. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സ് കൊണ്ട് ഒരിക്കലും കപ്പിൻ്റെ ഫോഴ്സ് കൊണ്ട് ഒരിക്കലും യൂട്രസിന് താഴേക്ക് വരാൻ പറ്റൂല. അത് നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ചിലർ പറയും ഇത് യൂസ് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ യൂട്രസൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ ഇല്ല എന്നാണ് സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടുള്ളത്. പാഡിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ട്. ഓക്കെ. അപ്പോൾ ഒരു പറഞ്ഞ ഈ കപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്ലഡ് അതിൽ കാണണം. അപ്പോൾ നമ്മൾ കടക്കുമ്പോൾ അത് തിരിച്ച് എങ്ങനെ മനസ്സിലായില്ല? ഒന്നുകൂടി. കപ്പ് ഉപയോഗിക്കുമ്പോ ബ്ലഡ് അതിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ കിടക്കുമല്ലോ, കിടക്കുമ്പോ തിരിച്ചങ്ങ് പോകും. അപ്പൊ ക്യാൻസർ വരെ വരാൻ സാധ്യത ഉണ്ട്. ഇല്ല അങ്ങനെയില്ല. ഇല്ല, ഉപയോഗിച്ച പിന്നെ നമുക്ക് നിർത്താൻ തോന്നൂല. ഇല്ല, ഉപയോഗിച്ച നിർത്താനേ നമുക്ക് തോന്നൂല. കാരണം എനിക്കാണെങ്കിലും ഉപയോഗിച്ച പിന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പം പൂളിൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെ ട്രിപ്പിന് പോകുന്ന സമയത്ത് കോളേജിലെ ക്യാമ്പ് അതിനൊക്കെ നമുക്ക് ഈ പാഡ് ഉപയോഗിക്കാൻ അറിയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് നല്ല കംഫേർട്ടാണ്. പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ തോന്നൂല. പിന്നെ നമുക്ക് അത് കാണുമ്പോൾ അലർജി വരാൻ തുടങ്ങും, നക്കും എല്ലാവരും. കാരണം ബ്ലഡ് അല്ലേ നമ്മൾ പാഡിൽ കൂടുതലും കാണുന്നത്. ഇതാകുമ്പോൾ ഓക്കെ, ഇതൊരു 5-6 മണിക്കൂർ കഴിയുമ്പോഴേ ഇതൊന്നും കാണണ്ടു. അല്ലാത്തതോ നമ്മൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാഡിൽ ഇതും കൂടി ബ്ലഡും നന്നായിട്ട് കാണുന്നില്ലേ. അപ്പോൾ അത് നമുക്ക് നല്ല കാണുമ്പം തന്നെ കുറേ സമയം വയ്ക്കുമ്പോഴാണെങ്കിലും ബോഡിക്കും നല്ലതല്ല. ട്രാവലിങ്ങിനാണെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനും വേണ്ടി കുറേ പോകേണ്ടി വരും. അത് ക്യാൻസർ ഇല്ല കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ക്ലാസ് മനസ്സിലായിനോ? ഓക്കെ. ഈ ഒരു IEC എന്ന് പറയുന്നത് മെൻസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള IEC ആണ്. അപ്പോൾ ആർത്തവ കാലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. പിന്നെ ആ സമയത്ത് നമ്മളുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചും കൂടി ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയുള്ള ഫുഡൊക്കെ കുറച്ചും കൂടി നമ്മൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് 28 ദിവസം ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പേജിൽ അതായിരിക്കും. ഇതൊരു പീരീഡ്സിൻ്റെ സമയത്തുള്ള മെൻസ്ട്രേഷൻ സമയവും അതിലോരോ സ്റ്റേജസ് ഉണ്ട്. അത് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഉള്ളതെന്ന് അറിയില്ല. ഇംഗ്ലീഷിൽ. അപ്പോൾ മലയാളത്തിൽ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ട്. ബോഡിക്ക് ഓൾറെഡി പ്രശ്നം വയറുവേദന അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു മിനിമം രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. നല്ല വേദനയുള്ളവരാണെങ്കിൽ അധികം കൂടുതൽ എക്സ്ട്രാ എഫേർട്ട് എടുക്കണ്ട. ഒരു 2 പേര് അഭിപ്രായം പറയുമോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? കുറച്ച് നേരം കേട്ടതല്ലേ അല്ലേ? നല്ലൊരു അഭിപ്രായം, അതെനിക്കും അറിയാം. നല്ല ക്ലാസ്. ഇതല്ലാതെ
ഇത് എല്ലാ ക്ലാസ്സിനും പോകുന്നു നമ്മൾ അറിയുന്നു. നല്ലൊരു അഭിപ്രായം, നല്ല ക്ലാസ്. ആ ആ കുറച്ചും കൂടി ഏജിനനുസരിച്ച് നമ്മൾ കപ്പ് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് ഇൻസെർട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് ലാർജ് ആയിരിക്കും പറ്റുക. അപ്പോൾ നമ്മൾ മോണ്ടലസ് ഇൻ്റർനാഷണൽ കാഡ്ബറിയുടെ കൊക്കോ ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഞങ്ങൾ ആഫ്രോയും പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി തന്നെ നമുക്ക് മെൻസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അവയർനെസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അവർ നന്നായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അവയർനെസ് സെഷനായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്.